ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണൊക്കെ ശരിയാക്കാൻ നോക്കുന്ന ആൾക്കാർക്കും അതുപോലെ ഈ ഇലക്ട്രോണിക്സ് ഇഷ്ടമുള്ളവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ഗൈസ്. നമുക്ക് ആദ്യം പോയി അത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഇതെന്ന് പറയുന്നത് മാക്സ് പാമ എന്ന് പറഞ്ഞിട്ടൊരു മാക്സ് പാമ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമ്പനിയുടെ സാധനമാണ്. ഇന്ത്യൻ മെയ്ഡാണ്. പിന്നെ എൻ്റെ മോഡൽ പറയുകയാണെങ്കിൽ 853D+ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ 2 ഡിസ്പ്ലേ ഉണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് കാണിക്കാനും, അതുപോലെ മറ്റേ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എത്രയാണ് ടെമ്പറേച്ചർ എന്ന് കാണിക്കാനും വേണ്ടിയുള്ള 2 ഇതാണ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആട്ടോ കട്ട് ഫങ്ഷൻ ഇതിലുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു അളവിന് ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നെ ആ ടെമ്പറേച്ചറിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അതിന് വേണ്ടിയുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലോയും നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം. പിന്നെ നമ്മൾ ഈ സാധനം എടുത്ത് അതിൻ്റെ ഹോൾഡർ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്തേക്കുന്ന ഡിഗ്രി, ഇപ്പോൾ ഒരു 300 ചെയ്ത് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് ഫുള്ളായിട്ട് ഈ ചൂടിനെ കുറച്ച് കൊണ്ടുവന്ന് അത് 0 ആകുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. സ്ലീപ്പ് മോഡ് എന്നാണ് അതിന് പറയണത്. അതിലോട്ടങ്ങ് ആവുകയാണ് ചെയ്യണത്. നല്ല പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു വന്ന സമയത്തുള്ളത്. ഇപ്പം ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെ പറയാം. നമ്മൾ ഇത് വെച്ചിട്ട് കുറേ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഉടനെ എല്ലാ വീഡിയോകളും നമ്മൾ ഈ ചാനലിൽ തന്നെ ഇടും. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഞാൻ ഇവരെ വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പോയി നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. അത് ചെയ്ത സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബ്രഷും കൂടെ കിട്ടിയിരുന്നു. ഇത് ഫ്രീ ആണ്. ഇതിൻ്റെ വില എത്രയെന്ന് അറിഞ്ഞൂടെ, 100 സംതിങ് വില വരും. 150 രൂപ അടുപ്പിച്ചേണ്ട ഉണ്ട്. ഇതിന് 3 ടൈപ്പിനുള്ള ബ്രഷാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 3 രീതിയിലുള്ള. ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് എന്നോട്, എനിക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കിട്ടിയാണ് ഗൈസ്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയാണ്. ടോട്ടൽ ഇതിൻ്റെ വില ഏകദേശം വന്നിട്ട് 2699 രൂപ ആയി. പക്ഷേ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ചെയ്തത്. കാരണം എനിക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് വരുമില്ല എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 100 രൂപയും കൂടെ എക്സ്ട്രാ ആയി. 500 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആദ്യമേ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 7-8 ദിവസത്തിനുള്ളിൽ സാധനം അവിടെ എത്തി ഗൈസ്. ആമസോൺ കൊറിയർ വഴിയാണ് വന്നത് സാധനം. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഉപയോഗിച്ച് നോക്കി ഒരു കുറച്ച് നാൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ സ്വിച്ച് ഇവർ വെച്ചപ്പോൾ തിരിഞ്ഞു പോയതാണെന്ന് അറിഞ്ഞൂടാ. അത് ഇനി ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സ്വിച്ച് എന്തായാലും തല തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഗൈസ്. ഇവിടെ നമുക്ക് മിനിമം എന്ന് പറയുന്നത് 1 ഗൈസ് സ്പീഡ്, അതായത് ഫാനിൻ്റെ സ്പീഡാണിത്. മിനിമം എന്ന് പറഞ്ഞാൽ 1, മാക്സിമം 120 വന്നിട്ടുള്ളത്. കറക്റ്റ് നമുക്ക് ഓരോന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ ഇവിടെ വന്നിട്ട് 100 മിനിമം. മാക്സിമം എന്ന് പറയുന്നത് 480. 300 എയർ ഫ്ലോ ഒരു 50 വെക്കുകയാണെന്ന് വെച്ചോ. 50 വെച്ചതിന് ഇപ്പോൾ ഇത് ഓണല്ല, ഇതിപ്പോൾ ഓഫാണ്. ഇപ്പോൾ ഈ സാധനത്തിൽ നോക്കിയാൽ അറിയാം നിങ്ങൾ ചൂടില്ല. കാരണം ഇത് ഓഫായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വര കിടക്കണ അറിയാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് ഓണാവും. ഓണായിട്ടുണ്ട് ഗൈസ്.
ഇപ്പോൾ ഇത് ഓണാണ്. ഇതിൽ ലൈറ്റ് മിന്നുന്നുണ്ട്. ഈ ലൈറ്റ് മിന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഫുൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കേൾക്കും. ഇപ്പോൾ ഇത് ചൂടാണ് ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടിന് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചിനിപ്പോൾ വെക്കുകയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഫുൾ സ്പീഡായി. അതുപോലെ ടെമ്പറേച്ചർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു ഇത് കാണുന്നുണ്ട് ഗൈസ്. ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓഫായി ഗൈസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തത് ഇതിൽ കാണിച്ച് ഓഫായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും എടുക്കണം, വീണ്ടും ഇത് ഓണാവും. വലിയ നോയ്സും കാര്യങ്ങളും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ വേറെ ഒരു നോയ്സും ഇല്ല. ഇതിൽ നിന്ന് കാറ്റ് പോണതിൻ്റെ ആ ഒരു നോയ്സ് മാത്രമേ ഉള്ളൂ. 480 ഇപ്പോൾ എടുക്കണം ഗൈസ്. ഇത് ടോപ്പാണ്, ഇതിൻ്റെ ഫുൾ ഇതാണ് വന്നേക്കണത്. ഇപ്പോൾ ഞാൻ വെക്കുകയാണ് തിരിച്ച്. പിന്നെ എനിക്കൊരു വിഷയമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഓസാണ് ഗൈസ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാക്കറ്റിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടാണെന്ന് അറിഞ്ഞൂടോ, ഇത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് വളഞ്ഞിരിക്കും. പക്ഷേ എടുക്കുമ്പോൾ കുഴപ്പമില്ല, എടുക്കുമ്പോൾ നൂന്നിരിക്കും. പക്ഷേ ഈ വെക്കണ സമയത്ത് ഇതേപോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ ഈ എയർ പോകാനായിട്ട് ഇത്തിരി പാടാണ്. ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഒരു പ്രശ്നമായിട്ട്. ബാക്ക് സൈഡിൽ നോക്കണം ഗൈസ്, ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കറും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഫ്യൂസാണ്. ഇതിൽ പറഞ്ഞേക്കണ വെച്ചിട്ടാണ് 270 വാട്ട്സാണ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വയറിന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിൽ വയറാണ് തന്നിട്ടുള്ളത്. ഇങ്ങനത്തെ 3 പിൻ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഗൈസ്. ഫ്ലക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 6 ആമ്പിയറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 6 എടുക്കൂല എനിക്ക് തോന്നുന്നു. ഇത് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം 1.5-2 ആമ്പിയറിൻ്റെ അകത്തൊക്കെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. ഇതിലിവിടെ കിടപ്പുണ്ട് 5 ആമ്പിയറിൻ്റെ ഫ്യൂസാണ് കൊടുത്തിട്ടുള്ളത് ഇത്. പിന്നെ വയർ അത്യാവശ്യം നീളമുണ്ട്, ഏകദേശം 1.5 മീറ്റർ അടുപ്പിച്ച് നീളം വരെ ചാൻസ് ഉള്ളൂ. പിന്നെ ബോഡി എന്ന് പറഞ്ഞാൽ മെറ്റൽ ബോഡിയാണ് മൊത്തത്തിൽ. ഈ ഇവിടെ ഒരു ഹാൻഡിൽ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് പോലത്തെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 2 ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലെയാണ് തോന്നുന്നത്, കറക്റ്റ് അറിയാൻ വയ്യ. നമുക്കിങ്ങനെ താരണുണ്ട്, നിൽക്കുമ്പോൾ ഒരുമാതിരി ഇതാവണുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മെറ്റൽ പോലത്തെ ഒരു ഇത് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മെറ്റലിൻ്റെ പീസ് തന്നെ ഇതും വെച്ചേക്കണത്. പിന്നെ ഇതൊക്കെ സാധാ നോബ് കാര്യങ്ങളൊക്കെ തന്നെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യണുണ്ട്. ഇവിടെ അവരെ ഒരു ബ്രാൻഡിൻ്റെ പേരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.